ഹായ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങക്കോല്, പിന്നെ തക്കാളി, സവോള. തക്കാളി ആണ് ഇതിൻ്റെ മെയിനായിട്ട്, നമുക്ക് കൂടുതൽ വേണം, നന്നായിട്ട് തക്കാളി വേണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്നതാണ്, ഇച്ചിരി ഒലിവ് ഓയിൽ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്, അപ്പം കളറൊന്നും മാറത്തില്ല. ഇനി നമുക്ക് മുരിങ്ങക്കോല് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ, നീട്ടം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഒരു വലുപ്പത്തിൽ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള നീളത്തിൽ കണ്ടിച്ചെടുക്കുക. മുരിങ്ങക്കോല് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒത്തിരി അയണും കാൽസ്യവും ഒക്കെ ഉള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ് ഈ മുരിങ്ങക്കോല്. നമ്മളിവിടെ മുരിങ്ങക്കോല് ഏകദേശം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ കഴുകിയ മുരിങ്ങക്കോല് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളകും കരിവേപ്പിലും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചുമന്ന മുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണത്. ഇവിടെ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവേ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ ഉള്ളി വഴന്നു വന്ന സമയം കൊണ്ട് വേറൊരു സ്റ്റൗവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഡ്രംസ്റ്റിക്ക് എടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. തിളപ്പിച്ച് നല്ല അതിൻ്റെ ആ ഒരു സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നതോടെ വരെ വേണം നമ്മളത് തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നോക്കിയാൽ മതി അത് അതിൻ്റെ ആ സ്കിന്ന് സോഫ്റ്റ് ആയോ എന്നുള്ളത്. അതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് സമയമായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് ഇത് മാറ്റി വെക്കാം. ഇത് ഒത്തിരി വെന്ത് പോകുമൊന്നുമില്ല കേട്ടോ, വെന്തുടഞ്ഞൊന്നും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത്. ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സവോള എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് സവോള ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് വഴന്ന് വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിപ്പം തക്കാളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടതാണ്, അല്ലെങ്കിൽ മിക്സി ഒന്ന് അടിച്ചിട്ട് കൊടുത്താലും മതി. കാരണം തക്കാളി തൊണ്ടിന് ഭയങ്കര കട്ടിയാണ്. കട്ടിയില്ലാത്ത തക്കാളിയാണെങ്കിൽ നമ്മൾ ചുമ്മാതെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. നമ്മൾ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രമാണ് ഇവിടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ നമ്മൾ ആദ്യം ഇവിടെ ചേർക്കുന്നില്ല. അപ്പം തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് തിക്കായി വരും. ആ ഗ്രേവി വെള്ളമെല്ലാം പോയിട്ട് നല്ല സ്മെല്ലൊക്കെ വരും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് അത്ര ആയ ശേഷമാണ് അതിലേക്ക് ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ആ ഫ്ലേവർ പോകാതിരിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല, തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആ തിക്കായിട്ടുള്ള ഗ്രേവി നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ആ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരും. നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയ ആ മുരിങ്ങക്കോല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മുരിങ്ങക്കോല് അതിലേക്കിട്ട് ആ ഗ്രേവിയിൽ കിടന്ന് കുറച്ച് സമയം നന്നായിട്ട് ബോയിലായി നന്നായിട്ട് മസാലയെല്ലാം അതിനകത്ത് പിടിക്കുന്നതോടെ വരെ നമുക്കൊന്ന് അടച്ചു വെച്ചത് വേവിച്ചെടുക്കണം. ആ മുരിങ്ങക്കോല് മൊത്തം മുങ്ങിക്കിടക്കണം ആ ഒരു ഗ്രേവിയിൽ. അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ചേർത്ത വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി ഇതുപോലെ വേറൊരു വെറൈറ്റി ഐറ്റവുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.